കടുത്ത വേനലിൽ ദാഹമകറ്റാൻ യാത്രക്കാർക്ക് സൗജന്യ സംഭാര വിതരണവുമായി മുക്കത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ. മുക്കം ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്കാണ് ഡിവൈഎഫ്ഐ മുക്കം മേഖലാ കമ്മിറ്റി സൗജന്യമായി സംഭാര വിതരണം ആരംഭിച്ചത്. സംഭാര വിതരണത്തിന്റെ ഉദ്ഘാടനം CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം T. വിശ്വനാഥൻ നിർവഹിച്ചു. വേനൽ കടുത്തതോടെയാണ് ദാഹമകറ്റു യാത്ര തുടരൂ എന്ന പേരിൽ ഡിവൈഎഫ്ഐ മുക്കം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുക്കം ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്ക് സൗജന്യ സംഭാര വിതരണം ആരംഭിച്ചത്. വേനൽ കനക്കുകയും സർക്കാർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്ത സാഹചര്യത്തിലും ആളുകൾക്ക് സൂര്യാഘാതം ഉൾപ്പെടെ ഏൽക്കുന്ന സാഹചര്യത്തിലുമാണ് സംഭാര വിതരണം ആരംഭിച്ചതെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറഞ്ഞു. രാവിലെ 11 മണി മുതൽ ഉച്ചവരെയാണ് സംഭാര വിതരണം നടത്തുക. ദിവസേന 300ഓളം പാക്കറ്റ് സംഭാരമാണ് വിതരണം ചെയ്യുക. വേനൽ കഴിയുന്നതുവരെ വിതരണം തുടരും. നമ്മുടെ കേരളത്തിൽ ചൂട് കനത്തുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ തന്നെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ള സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ മുക്കത്തെത്തുന്ന യാത്രക്കാർക്ക് അവരുടെ ദാഹമകറ്റി യാത്ര തുടരാൻ വേണ്ടി മിൽമയുടെ സംഭാരം സൗജന്യമായി കൊണ്ട് വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ കാലങ്ങളിലും ഡിവൈഎഫ്ഐ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലും വേനൽ കടുത്തപ്പോൾ ഡിവൈഎഫ്ഐ മുക്കം മേഖലാ കമ്മിറ്റി സംഭാര വിതരണം നടത്തിയിരുന്നു. സംഭാരണ വിതരണത്തിന്റെ ഉദ്ഘാടനം CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം T. വിശ്വനാഥൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് അത്യുഷ്ണം കാരണം സൂര്യാതപമേറ്റ് മരണം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. രൂക്ഷമായ വേനൽക്കാലത്ത് ദാഹശമനം വരുത്തുന്നതിന് വേണ്ടി ഇങ്ങനെ സൗജന്യ സംഭാര വിതരണ പരിപാടി ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഡിവൈഎഫ്ഐ മുക്കം മേഖലാ കമ്മിറ്റി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ പ്രവർത്തനം നടത്തി വരുന്നവരാണ്. തീർച്ചയായിട്ടും അത്യുഷ്ണത്തിന്റെ ഭാഗമായി പലതരത്തിലുള്ള പ്രശ്നങ്ങളും മനുഷ്യർക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യ ആഘാതമേറ്റ് മരണപ്പെടുന്ന ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത്. അതുകൊണ്ട് എല്ലാവരും നന്നായി ശ്രദ്ധിക്കണം. വലിയ തോതിൽ പ്രയാസം അനുഭവിക്കുന്ന ദാഹിച്ചു വരുന്ന ഈ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരുന്ന ആളുകൾക്ക് വലിയ ആശ്വാസമായിരിക്കും. ഡിവൈഎഫ്ഐ പല രംഗത്തും മാതൃക കാണിക്കുന്ന പോലെ ഈ കാര്യത്തിലും മാതൃക കാണിച്ചിരിക്കുകയാണ്. കടുത്ത ചൂടിലെത്തുന്നവർക്ക് സംഭാര വിതരണം ആശ്വാസമായി മാറിയിട്ടുണ്ട്. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമായ നിരവധി യാത്രക്കാരും ബസ് ടാക്സി തൊഴിലാളികൾ ചുമട്ട് തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് സംഭാരം വാങ്ങി കുടിക്കുന്നത്. CTV പ്രാദേശിക വാർത്ത മുക്കം.